നമസ്കാരം. പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി ടൗണിൽ ഒരു അക്ഷയ സെന്റർ നടത്തുന്ന വാലുമണ്ണിൽ അരുൺ എബ്രാഹിമിന്റെ ഭാര്യ ഷെറിൻ ആൻ ജോർജും മാതാപിതാക്കളും 9 മാസം മാത്രം പ്രായമുള്ള ഏക മകളായ ആലിൻ ഷെറിൻ എബ്രാഹിമും ഈ മാസം, അതായത് ഫെബ്രുവരി 5 MC റോഡിൽ കോട്ടയം പള്ളം പ്രദേശത്തു കൂടി പോകുമ്പോഴാണ് എതിരെ ഒരു കാറ് വന്ന് ഇടിക്കുന്നതും അപകടത്തിലാവുന്നതും. എല്ലാവരും പരിക്കേറ്റ് ആശുപത്രിയിലായി. 9 മാസം മാത്രം പ്രായമുള്ള ആലിൻ മോളുടെ അവസ്ഥ മാത്രം അതീവ ഗുരുതരമായി തുടർന്നു. വ്യാഴാഴ്ച കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് എറണാകുളത്ത് അമൃത ആശുപത്രി സ്ഥിരീകരിച്ചു. അരുണും ഷെറിനും ധീരമായ ഒരു തീരുമാനമെടുത്തു. 9 മാസം മാത്രം പ്രായമുള്ള തങ്ങളുടെ പിഞ്ചുകുഞ്ഞിൻ്റെ ഓർമ്മ പതിറ്റാണ്ടുകളോളം നിലനിൽക്കാൻ അവളുടെ ശരീരാവയവങ്ങളിൽ ഉപയോഗ്യമായതെല്ലാം ദാനം ചെയ്യാൻ തീരുമാനിച്ചു. മഹത്തായ ഒരു തീരുമാനമായി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. അവയവദാനം നമ്മുടെ നാട്ടിൽ പതിവുള്ളതാണെങ്കിലും ഇത്രയും പിഞ്ചു കുഞ്ഞിൻ്റെ അവയവദാനം ആദ്യമായാണ്. അതുകൊണ്ട് തന്നെ നമ്മളതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. സാധാരണ കുഞ്ഞിൻ്റെ പരിശോധനകൾക്ക് അപ്പുറം നീണ്ട പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ അവയവദാനം സാധ്യമാവാൻ പറ്റൂ. അതുകൊണ്ട് അല്പം കൂടി വൈകി. ഇന്നലെ വൈകുന്നേരം എല്ലാം ശരിയായി. അവിടെ നിന്നും പ്രത്യേക ആംബുലൻസിൽ എറണാകുളത്തു നിന്നും വൈകുന്നേരം 7:15 പുറപ്പെടുന്ന ആംബുലൻസ് 3.25 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തെത്തി. ആദ്യം പോയത് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലേക്കാണ്. അവിടെ ഒരു കുഞ്ഞിൻ്റെ കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ കരൾ അത് കൈമാറി കുഞ്ഞിൻ്റെ ശസ്ത്രക്രിയ തുടരുന്നു. പിന്നീട് SITയിലേക്ക് കൊണ്ടുപോയി അവിടെ ചികിത്സയിലുള്ള 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ കിഡ്നി മാറ്റിവയ്ക്കാൻ 2 കിഡ്നികളും കൊടുത്തു. കുഞ്ഞുങ്ങളുടെ കിഡ്നി ആയതുകൊണ്ട് 2 കിഡ്നികളും ഒരാൾക്ക് തന്നെ മാറ്റിവെക്കണമായിരുന്നു. അങ്ങനെ 10 വയസ്സുള്ള ഒരു കുഞ്ഞിനെ 2 കിഡ്നിയും മാറ്റിവെക്കാൻ വേണ്ടി അവളുടെ കിഡ്നി കൊടുത്തു. ഹൃദയവാൽവ് ശ്രീചിത്രയ്ക്ക് കൈമാറി. ഇതുവരെ അത് തീരുമാനിച്ചിട്ടില്ല ആർക്ക് കൊടുക്കണമെന്ന്. നേത്രപടലം ആദ്യം തന്നെ അമൃത എടുത്തിരുന്നു. അങ്ങനെ ആലിൻ മോളുടെ ജീവൻ 4 പേരിലൂടെ നിലനിൽക്കും എന്ന ശുഭപ്രതീക്ഷയിലാണ് നമ്മൾ കേരളീയ സമൂഹം. ഇത്തരമൊരു തീരുമാനമെടുത്ത സാധാരണക്കാരായ അരുണിനെയും ഷെറിനെയും അഭിനന്ദിക്കേണ്ടതുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ ഇത്തരം ധീരമായ തീരുമാനമെടുക്കാൻ ഇനിയും നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇത് ഭംഗിയായി ആലിൻ മോളുടെ ശരീരത്തിൽ നിന്നും നീക്കി 4 കുട്ടികൾക്ക് ദാനം ചെയ്യാൻ ഉത്തരവാദിത്തമെടുത്ത ഡോക്ടർമാരെയും ആശുപത്രി അധികാരികളെയും അതിന് സഹായിച്ച നേഴ്സുമാർ അടക്കമുള്ളവരെയും അത് ഉത്തരവാദിത്വത്തോടെ തിരുവനന്തപുരത്ത് എത്തിച്ച ആംബുലൻസ് ഡ്രൈവറെയും ഒക്കെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ വാഹനത്തിന് ഒരു തടസ്സവും ഉണ്ടാവാതെ അതെത്തിക്കാൻ സഹായിച്ച പോലീസിനെയും ആ സമയത്ത് റോഡിലുണ്ടായിരുന്ന അജ്ഞാതരായ ആയിരക്കണക്കിന് മനുഷ്യരെയും അഭിനന്ദിക്കണം. ഇതേക്കുറിച്ച് വളരെ പോസിറ്റീവായി വാർത്ത കൊടുത്ത മാധ്യമങ്ങൾ, ചാനലുകളെല്ലാം ഇത് ലൈവായി തന്നെ കൈകാര്യം ചെയ്തു. ഇന്നിപ്പോൾ പത്രങ്ങൾ എടുക്കുമ്പോൾ മനോരമയും മാതൃഭൂമിയും വലിയ കവറേജാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് പത്രങ്ങൾ അത്രയും കവറേജ് കൊടുത്തിട്ടില്ല. മനോഹരമായ തലക്കെട്ടിൽ മനോരമ വിളിച്ചത് കുഞ്ഞിക്കവിൾ മേഘമേ എന്നാണ്. മാതൃഭൂമി എഴുതിയത് സ്നേഹഹൃദയം കൈമാറി കുഞ്ഞോമനെ എന്നാണ്. പൊന്നുമോളെ മരിക്കുന്നില്ല നീ എന്നാണ് കൗമുദിയുടെ കുറിപ്പെങ്കിൽ ആലിൻ എരിഞ്ഞു 4 തിരികൾ തെളിച്ചേ എന്ന് മാധ്യമം എഴുതി. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട മനോഹരമായ 4 തലക്കെട്ടുകൾ വായിച്ചു എന്ന് മാത്രം. ഈ ഒരു മഹത്തായ ആശയ പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത മാധ്യമങ്ങളും അഭിനന്ദനം അറിയിക്കുന്നു. അവയവദാനം എന്ന മഹത്തായ പ്രവൃത്തിയെ പ്രോത്സാഹിപ്പിക്കാൻ ഇത് കാരണമാകുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഇതൊക്കെ പഞ്ചനക്ഷത്ര ആശുപത്രികളെ മാത്രം കേന്ദ്രീകരിച്ച് നടക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാവുന്നു. ലോകത്തെ ഏറ്റവും മഹത്തായ ചികിത്സാ സൗകര്യം നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഉണ്ടേ എന്ന് കൂടെ പറയുന്ന സർക്കാരിന് എന്തുകൊണ്ടാണ് ഇത്തരം മഹത്തായ പ്രവൃത്തികൾ നമ്മുടെ സർക്കാർ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ചെയ്യാൻ കഴിയാത്തത്? അമൃതയിൽ ചികിത്സ തേടിയെത്തിയ ആലിൻ മകളുടെ ശാരീരിക അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഉള്ളവരെ ചികിത്സിക്കുന്നതിലേക്ക് മാറ്റാൻ കഴിയുന്നില്ല? ഇത് വളരെ പ്രസക്തമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. സർക്കാർ ഇതിനൊരു പ്രോട്ടോകോൾ ഉണ്ടാക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ മെഡിക്കൽ കോളേജുകളിൽ, ജനറൽ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്നത് പാവപ്പെട്ട കുട്ടികളാണ്. ആ പാവപ്പെട്ട കുട്ടികളിലേക്ക് ഇത് എത്തിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കിയാൽ ഈ മഹത്തായ ദർശനത്തിന് കൂടുതൽ പ്രസക്തി ഉണ്ടാവും. ഞാൻ ഈ അവയവങ്ങൾ സ്വീകരിച്ചു ജീവിതത്തിലേക്ക് വന്നവരെ മോശക്കാരാക്കാൻ ശ്രമിക്കുന്നില്ല. എന്നാൽ അവയവവുമായി ബന്ധപ്പെട്ട മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് ആശങ്കയുള്ളത് കൊണ്ടാണ്
പലപ്പോഴും അവയവ മാറ്റത്തിന് ഇവിടെ ഒരു ക്ഷാമമുണ്ടാവുന്നത്. അത് പരിഹരിക്കണമെങ്കിൽ സകലരും അവരവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ സന്നദ്ധരാകണമെങ്കിൽ ഇത് സംബന്ധിച്ച ദുരൂഹതകൾ അവസാനിപ്പിക്കണം. എവിടെയെങ്കിലും ഒരു അവയവദാന സാധ്യതയുണ്ടായാൽ ആ അവയവം കൊടുക്കേണ്ടത് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സയിലുള്ള അർഹതപ്പെട്ടവർക്കാണ് എന്ന് പ്രോട്ടോകോൾ കൊണ്ടുവന്നാൽ ആരുമില്ലാതെ വരുന്ന സാഹചര്യം ഉണ്ടാവുന്നേയില്ല. കരളും വൃക്കയും ഒക്കെ കാത്തിരിക്കുന്ന നൂറുകണക്കിന് പേർ നമ്മുടെ ആശുപത്രികളിലുണ്ട് എന്ന് മറക്കരുത്. സ്വകാര്യ ആശുപത്രികളിലേക്ക് കൊടുക്കുന്നതിന് പകരം സർക്കാർ ആശുപത്രികളിലേക്ക് ഈ അവയവം കൈമാറുന്ന സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും ഇത് ജനകീയ വിപ്ലവമായി മാറും. പലപ്പോഴും സ്വകാര്യ ആശുപത്രികളിൽ ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങിയാണ് അവർ അവയവ മാറ്റം നടത്തുന്നത്. അവയവം കാത്തിരിക്കുന്ന മനുഷ്യർക്ക് വലിയ ഒരു പ്രതീക്ഷ ആവുന്നതുകൊണ്ട് അവർ എത്ര രൂപ വേണമെങ്കിലും കൊടുക്കും. കാരണം അവയവ മാറ്റത്തിന് ഒരുപാട് നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട്. അതുകൊണ്ട് മസ്തിഷ്ക മരണം സംഭവിക്കുന്നവരുടെ അവയവം പാവപ്പെട്ടവർക്ക് കൊടുക്കും എന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഏതു മനുഷ്യനും അവയവ കൈമാറ്റത്തിന് തയ്യാറാവും. അതിനുള്ള ചെലവ് സർക്കാർ വഹിക്കണമെന്ന് മാത്രം. എന്ന് വെച്ചാൽ സ്വകാര്യ ആശുപത്രികൾക്ക് ലാഭമില്ലാത്ത ഏർപ്പാടായതുകൊണ്ട് അവർ ഈ അവയവം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചെലവ് വഹിക്കാൻ മടി കാണിക്കും, മറ്റു സ്വകാര്യ ആശുപത്രികൾക്ക് കൊടുക്കുന്നില്ലെങ്കിൽ. അതുകൊണ്ട് ഒരാളുടെ അവയവങ്ങൾ മാറ്റുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനുണ്ടാവുന്ന മുഴുവൻ ചെലവും സർക്കാർ വഹിക്കാം എന്ന് തീരുമാനിച്ചാൽ തീർച്ചയായും സ്വകാര്യ പഞ്ചനക്ഷത്ര ആശുപത്രികൾക്ക് ഒരു മടിയും ഉണ്ടാവില്ല. എന്നാൽ അവയവം സ്വീകരിക്കേണ്ടി വരുന്നത് സർക്കാർ ആശുപത്രിയിലാവണം. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ സർക്കാർ ആശുപത്രികൾ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരോളം വൈദഗ്ധ്യമുള്ള ഡോക്ടർമാർ മറ്റൊരിടത്തുമില്ല. ഈ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സിക്കുന്നവർ പോലും ഈ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് റിട്ടയർ ചെയ്തവരാണ്. അതുകൊണ്ട് മെഡിക്കിൻ്റെ കാര്യത്തിൽ, പ്രതിഭയുടെ കാര്യത്തിൽ നമുക്കൊരു കുറവുമില്ല. അടിസ്ഥാന സൗകര്യം ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കണം. ഇല്ലാത്തതിനെക്കുറിച്ച് ഉണ്ട് എന്ന് പറയരുത്. മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കി ഇത്തരം ശസ്ത്രക്രിയകൾ നടത്താനുള്ള സാഹചര്യം ഒരുക്കണം. അങ്ങനെ വന്നാൽ ഈ വല്ലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നോ രണ്ടോ ഇത്തരം അവയവ മാറ്റങ്ങൾ കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാവും. അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന മനുഷ്യർക്ക് മുഴുവൻ ധൈര്യമായി അവൻ്റെ അവയവം ദാനം ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവും. സർക്കാർ വിചാരിച്ചാൽ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അതിനാണ് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. ഇതിനിടയിൽ ഒരു കാര്യം കൂടി ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ അവയവം മാറാൻ എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ ഹെലികോപ്റ്റർ ഉപയോഗിക്കാതിരുന്നത്? സന്ധ്യ ആയതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പ് തന്നെ കൊണ്ടുവരാൻ കഴിയുമായിരുന്നില്ലേ? അത് ദുരൂഹമാണ്. കാരണം ഹെലികോപ്റ്ററിൻ്റെ വാടകയെക്കുറിച്ച് പോലും ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ സർക്കാരിന് മടിയാണ്. ഈ ഹെലികോപ്റ്റർ എന്തിനാണ് വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുന്നത്? എത്ര രൂപ വാടക കൊടുത്തു? എത്ര അവയവ കൈമാറ്റത്തിന് ശ്രമിച്ചു? ആരൊക്കെ ഉപയോഗിച്ചു എന്നുള്ള വിവരാവകാശം കൊടുത്തിട്ട് പോലീസ് ആസ്ഥാനത്തുനിന്നൊരു മറുപടിയുമില്ല. സർക്കാർ ഇതെല്ലാം പ്രദർശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്, ദൂർത്തടിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. അല്ലാതെ അടിസ്ഥാനപരമായി ഒരു സഹായവും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും മഹത്തായ ഈ അവയവദാനത്തിന് തയ്യാറായ ഷെറിനെയും അരുണിനെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ആലിൻ മോളുടെ ഓർമ്മകൾ 4 മനുഷ്യരിലൂടെ അവരുടെ ആയുസ്സുള്ളിടത്തോളം കാലം ഉണ്ടാവും എന്നത് ഈ മാതാപിതാക്കൾക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്.